ഒരു കാര്യം പറയാം. ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും, ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഇത് ഓപ്പൺ ആകുന്നില്ല. ഇവിടെ ഒരു രസകരമായിട്ടൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വാഹനം ലോക്ക് ചെയ്തു. അഡീഷണൽ ഹോൺ കാണാൻ സാധിക്കും. മിക്ക ഹുണ്ടായി വാഹനത്തിലും അതങ്ങനെ വരുന്നതാണ്, വേറൊന്നുമല്ല. ഇതുപോലെ കുറച്ച് ഹോൾസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഈ വാഹനത്തിന് മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിന് ഇതുപോലത്തെ ഹോൾസ് കാണും. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തിനാണ് ഇങ്ങനെ ഒരു ഹോൾ കൊടുക്കുന്നത്? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. AC ഓണാക്കി കൂളാക്കി ഇട്ടേക്കും. ഇനി ഞാൻ ഈ വാഹനത്തിലോട്ട് വന്ന് കയറുകയാണ്. ഇപ്പം എനിക്കുള്ളൊരു സംശയം പോലെ നിങ്ങൾക്കും കാണുമായിരിക്കും. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് താക്കോൽ ഇപ്പം വേറൊരാളുടെ കയ്യിൽ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഈ താക്കോലുമായിട്ട് കുറച്ച് ദൂരം, ഇപ്പം ഈ ക്യാമറ ഇരിക്കുന്ന ദൂരം പോയി ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പുതിയ മോഡൽ ഹുണ്ടായുടെ i20, വെറും i20 അല്ല, i20 N ലൈൻ ആണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള. ഏതായാലും ഈ വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു വാഹനത്തിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല, വേറൊന്നുമല്ല. ശരിക്കും ഞാൻ 2013 ഹുണ്ടായിൽ ജോലിക്ക് കയറുന്നത്. ഹുണ്ടായിൽ അന്ന് ഞാൻ സർവീസ് അഡ്വൈസർ ട്രെയിനി ആയിട്ടാണ് 2013 ഹുണ്ടായിൽ കയറുന്നത്. അപ്പോൾ ശരിക്കും ഹുണ്ടായി കയറുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് i20 വാഹനം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മുമ്പിലത്തെ ജനറേഷൻ i20ക്ക് ഫോഗ് ലാമ്പിൻ്റെ അവിടെ തന്നെയാണ് DRL വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു DRLൻ്റെ ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം കൊണ്ടും നമ്മുടെ സെൻട്രൽ കൺസോളിൽ ഒരു ചെറിയ മീറ്റർ അഡീഷണൽ വരുന്നുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിരുന്നു i20. അതിൻ്റെ ഷേപ്പും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാലം മാറും തോറും അതിൻ്റെ ഡിസൈനും ഒരുപാട് കോസ്മെറ്റിക് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്ന് ഏറ്റവും പുതിയ മോഡൽ i20 N ലൈനാണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം ആദ്യം ഇറങ്ങുന്നത് 2008 എൻ്റെ ഒരു ഓർമ്മ, നമ്മുടെ i20 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇത് മുമ്പോട്ടൊരു യാത്ര നടത്താൻ സാധിക്കുന്നതിൻ്റെ കാര്യം അതുപോലെ സക്സസ്ഫുള്ളായൊരു വാഹനമായതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഒരു സ്പോട്ടി ലുക്കാണ്, ശരിക്കും നല്ലൊരു സ്പോട്ടി ലുക്കാണ്. ഇതിൻ്റെ DRL നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡിസൈൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു L ഷേപ്പ് പോലെയൊക്കെ തന്നെ എന്ന് പറയാൻ സാധിക്കും. DRL ഓരോ തവണ മാറ്റിയാലും ഏറെക്കുറെ എവിടെയെങ്കിലൊക്കെ അതിൻ്റെ പഴയ റിസംബലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കും. നേരത്തെ ഒരു ലൈൻ ആയിരുന്നുണ്ടെങ്കിൽ താഴോട്ട് ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട്. ഒരു 3 ചേംബർ റിഫ്ലക്ടർ ടൈപ്പ് LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇൻഡിക്കേറ്റർ ഹാലജനാണ് വരുന്നത്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, പ്രൊജക്ടറാണ്, പക്ഷേ അതും ഹാലജനാണ്. നമുക്ക് ഈ വാഹനത്തിൽ ഒരുപാട് സ്ഥലത്ത് ഗ്ലോസി ഇൻസേർട്ട്സ് കാണാൻ സാധിക്കും. അഥവാ ഗ്ലോസി ഫിനിഷുള്ള ഒരുപാട് പോർഷൻസ് കാണാം. നമുക്ക് ഈ ഫ്രണ്ട് ഗ്രില്ല് ഗ്ലോസിയാണ് വരുന്നത്. അതുപോലെ തന്നെ താഴത്തെ ഈ ഗ്രില്ല് വരുന്നത് ഗ്ലോസിയാണ്. ഇവിടെ ഒരു റെഡ് ലൈൻസ് അല്ലെങ്കിൽ റെഡ് ഇൻസേർട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. റെഡ് ഇൻസേർട്ട്സ് ശരിക്കും N ലൈനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് N ലൈൻ. ഇതിൽ ശരിക്കും N സീരീസ് i20 N സീരീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മുടെ നാട്ടിലില്ല, എന്നാൽ N സീരീസിൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കിടു വാഹനമാണ്. 1.6 ലിറ്റർ എൻജിൻ കപ്പാസിറ്റി വരുന്ന വാഹനമാണ്. അപ്പോൾ അതുപോലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലൊക്കെ കൂടുതലും ആൾക്കാർ മൈലേജ് നോക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോഴും അവർ ആ ഒരു എൻജിനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് മൈലേജ് കിട്ടുമെന്ന് ചോദിച്ചാൽ കമ്പനി 20 പറയുമെങ്കിൽ പോലും മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 14 തൊട്ട് 16 വരെയൊക്കെ കിട്ടും. ഇനി ഈ വാഹനം എൻ്റെ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓടിച്ച രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 6 പോലും കിട്ടാത്ത രീതിയാണ്. കാരണം ഇതൊരു 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ വരുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എൻജിൻ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് പൊളിക്കാൻ സുഖമായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്, എനിക്ക് ഒരു രക്ഷയും. അതുകൊണ്ട് പൊളിക്കാൻ അതുപോലെ അടിപൊളി ഒരു വാഹനം തന്നെയാണെന്ന് ഞാൻ ഉറപ്പ് പറയും. ഏതായാലും നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോകാം. ഹുണ്ടായുടെ ഒരു വലിയ ലോഗോയും കാണാൻ സാധിക്കും. 360 ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരിപ്പോഴും പോകുന്നത്. പക്ഷേ ഇനി അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലോട്ടുള്ള കാഴ്ച നോക്കുന്ന സമയത്ത് ഫെൻഡറെ തന്നെ N ലൈൻ സീരീസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് അലോയ് വീലിൻ്റെ ഡിസൈൻ കാണാൻ സാധിക്കും. ന്യൂ ഡിസൈനാണ് നമുക്കിവിടെ അലോയ് വീൽസ് വരുന്നത്. കാലിപ്പറി റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി കാറിലൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു രീതി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റെഡ്
കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടയർ 195 55 R16 വരുന്നത്. 16 നല്ലൊരു കാര്യമാണ്. പക്ഷേ 195 ഒരു 205 അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ട് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു സ്പോട്ടി വെഹിക്കിൾ അല്ലെങ്കിൽ അതുപോലെയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ എന്താ പറയുന്ന ഒരു റേസിംഗ് പർപ്പസൊക്കെ റേസിംഗ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു വാഹനം സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതും ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് മിറേഴ്സ് കാണാൻ സാധിക്കും. ഇത് ഫുൾ ബ്ലാക്കാണ് വരുന്നത്. മേളിൽ ഗ്ലോസിയും താഴെ മാറ്റുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷും നല്ല അടിപൊളിയാണ്. ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആണ് വരുന്നത്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും. ഒരു റിക്വസ്റ്റ് സ്വിച്ച്, ഡ്രൈവർ സൈഡിൽ മാത്രം റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുള്ളൂ. അതുപോലെ തന്നെ കീ ഇടാൻ വേണ്ട ഒരു കീ സിലിണ്ടർ നമുക്കിവിടെ വരുന്നുണ്ട്, ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി. ഈ സൈഡിലോട്ട് കാണുമ്പോൾ ഏതായാലും ഇതിൻ്റെ ഡിസൈനൊക്കെ അത് എപ്പോഴും i20 ഒരു നല്ലൊരു ഫീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ഡിസൈൻസ് ആണ്, കട്ടിങ്സ് എല്ലാം നല്ല അടിപൊളിയാണ് വരുന്നത്. താഴത്തെ റണ്ണിങ് ബോർഡിൽ ഇതിൻ്റെ റെഡ് ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ റെഡ് ഇൻസേർട്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് വരുന്നത് N9 സീരീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബാക്കിലോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞൻ ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റിയറിൽ ഡിസ്ക് ബ്രേക്ക് ആണ് കിട്ടുന്നത്. അതായത് നമുക്ക് 4 ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ബ്രേക്ക് പാഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് കുറച്ച് ബൾജിയാണ് വരുന്നത്. അത് സാധാരണ എല്ലാം ഇതുപോലെ ഫ്ലാറ്റ് ഇൻസേർട്ട് പോലെ വരുന്നതാണ്. പക്ഷേ ഈ ഒരു പോർഷൻ കൊണ്ട് ബൾജി ആക്കിയിട്ടുണ്ട്. ഇവിടെ i20 ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കയറി വരുന്നൊരു ഫീലില്ല, ഒരു ഇസഡ് ഷേപ്പും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ സെയിം i20 തന്നെയാണ്. അതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ ഒരു N9 ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇസഡ് സീരീസ് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡാർക്ക് ക്രോം എലമെൻ്റ് ആണ് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് പോലെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഫങ്ഷണൽ അല്ല, ഇത് നോർമൽ രീതിയാണ്. ഇതിനകത്ത് വരുന്ന റിവേഴ്സ് ലൈറ്റ് വരുന്ന ഇപ്പോഴും ഹാലജൻ തന്നെയാണ്. വൈറ്റൊക്കെ ആക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇൻഡിക്കേറ്ററും വരുന്ന ഹാലജനാണ്. പാർക്ക് ഓൺ ആണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് അല്ല, നമുക്ക് രണ്ട് സൈഡിലും LED ആണ് വരുന്നത്. ഹസാർഡ് കാണാൻ സാധിക്കും. ഞാൻ ബ്രേക്ക് ചെയ്ത് ഒന്ന് റിവേഴ്സ് ഇടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് റിവേഴ്സ് ലൈറ്റും കാണാൻ സാധിക്കും. ഇപ്പോൾ DRലാണുള്ളത്, ഇതൊന്നും അറിയത്തില്ല. ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ ബീം ഇട്ടു. ഞാൻ ഹൈ ബീം ഓൺ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പം പാസ് ബൈ കാണാൻ സാധിക്കും. ഇനി ഫോഗ് ലാമ്പ് ഞാനൊന്ന് ഓൺ ചെയ്തു. ഇപ്പോൾ ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബാക്ക് സൈഡിൽ നമുക്കൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. 360 അവൈലബിൾ അല്ല, ഒരു ക്യാമറ മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും റിഫ്ലക്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. വേണമെങ്കിൽ മാറ്റി നിങ്ങൾക്ക് ഒരു ലൈറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അത് വെച്ച് നോക്കുമ്പോൾ കിടുവാണ്. അത് കഴിയുമ്പോൾ ഒരു i20 ബാഡ്ജ് കാണാൻ സാധിക്കും. ഒരു വൈപ്പർ, ഡീഫോഗർ, ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രസകരമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഇവിടെ ഒരു സ്പോയിലർ ഉള്ള പോലെ തന്നെ 2 വിങ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 2 വിങ്സ് പോലെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാഹനത്തിന് 2 ചിറക് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി രസകരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 2 റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. താഴത്തെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് ശരിക്കും ഒരു റേസിംഗ് കാറിനെ ഒരു റിസംബ്ലൻസ് പോലെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഡ്യുവൽ സോസ്റ്റ് ആണ് വരുന്നത്. ശരിക്കും ഇത് പ്രാക്ടിക്കലാണ്. ഇതിൻ്റെ സൗണ്ട് കൂടെ ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. എക്സോസ്റ്റ് നോട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയുണ്ടെന്നുള്ളത് ശരിക്കും. പക്ഷേ വാഹനത്തിനകത്തിരുന്ന് കഴിഞ്ഞാൽ ടു ബി വെരി ഫ്രാങ്ക് നമ്മളത് അറിയത്തില്ല. കാരണം എനിക്കൊന്ന് അതുപോലെ കൺസീൽഡ് ആണ്. അതായത് ഡോർ പാഡ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് ഇൻസുലേറ്റഡ് ആണ്. സൗണ്ട് ഒന്നും അകത്തോട്ട് കയറുന്നില്ല. അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പുറത്തിട്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റേസ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അതുപോലെ രസം നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു സൗണ്ടുമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ടെയിൽ ലൈറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ i20 എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് രസകരമായിട്ടൊരു കാര്യം പറയാം. ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും, ഇതിൻ്റെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ഇത് ഓപ്പൺ ആകുന്നില്ല. അന്നേരം നിങ്ങൾക്ക് ഇത് 2 രീതിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ വാഹനം ഒന്നെങ്കിൽ നമ്മൾ ഈ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് അൺലോക്ക് ചെയ്യണം. ഇങ്ങനെ അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമ്മൾ ഈ വാഹനം ലോക്ക് ചെയ്തു എന്ന് സങ്കല്പിക്കുക. ഞാനിത് ലോക്ക് ചെയ്തു.
ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ആകത്തില്ല. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സംഗതി കിടുവല്ലേ. നമുക്ക് ബൂട്ടൊന്ന് നോക്കിയേക്കാം. ഈ വാഹനത്തിന് 311 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സ്വിച്ച് പ്രസ് ചെയ്താൽ ഓപ്പൺ ആകുന്നതായിരിക്കും. ഇനി കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുന്ന ഒരു കാര്യം കാണിച്ചുതരാം. ഇതുപോലെ കുറച്ച് ഹോൾസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഈ വാഹനത്തിന് മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിന് ഇതുപോലത്തെ ഹോൾസ് കാണും. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്തിനാണ് ഇങ്ങനെ ഒരു ഹോൾ കൊടുക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏതെങ്കിലും രീതിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ പാനലാണ് വരുന്നത്. ഇതൊരു പാനൽ, ഇതൊരു പാനൽ, അതായത് 2 പാനലാണ് വരുന്നത്. ഈ പാനലിനകത്തോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള പ്രൊവിഷൻ. അപ്പോൾ എങ്ങനെ വെള്ളം കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പല പ്രൊവിഷൻസ് ഉണ്ട്. ഇതൊക്കെ റബ്ബർ ഇൻസേർട്ട്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ വേണമെങ്കിൽ കയറാം. ഇതൊക്കെ ചാൻസസ് ആണ് ഞാൻ പറഞ്ഞത്, കയറുമെന്നല്ല. അപ്പോൾ ഇതിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് സാഹചര്യങ്ങൾ മാത്രം. ഞാൻ തിരിച്ചൊന്ന് വെച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻസേർട്ടിനകത്തൂടെ വെള്ളം ഇറങ്ങുമോ? ഈ പറയുന്ന പോലെ സ്പോയിലർ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്പോയിലറിൻ്റെ ബോൾട്ട് വരുന്ന ഈ ഒരു പോർഷനിലാണ്. ഇതിലേ വല്ല അകത്തൂടെ വെള്ളം ഇറങ്ങിയാലോ, ഇങ്ങനെ ഏതെങ്കിലും രീതിക്ക് ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പോകാനുള്ള പ്രൊവിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതാണ് സംഭവം. ഇനി ഇതൊരു 311 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, LED ആക്കാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു സജഷൻ എൻ്റെ മനസ്സിലുണ്ട്. ഒരു പാർസൽ ട്രേ കിട്ടുന്നുണ്ട്, നൈസാണ്, വലിയ കുഴപ്പമില്ല. സ്പ്ലിറ്റ് സീറ്റ് വരുന്നില്ല, സിംഗിൾ സീറ്റാണ് വരുന്നത്. സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സാധനങ്ങൾ കയറ്റാനുള്ള ഇട കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റീൽ വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റീൽ വീലിൻ്റെ സൈസ് വരുന്നത് 185/65 R15 വരുന്നത്. അപ്പോൾ ഓക്കെ, ജസ്റ്റ് ഒരു സ്പെയർ വീല് മാത്രമാണ്, അതുകൊണ്ട് നമുക്കതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കീയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കീയിൽ വരുന്നത് ലോക്ക്, അൺലോക്ക്, ഹോൾഡ്, ഇതിലും ഹോൾഡ്. ഈ ഹോൾഡ് എന്നാന്ന് പറഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം വാഹനം ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത സാഹചര്യത്തിൽ ഡോർ തുറക്കാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡോർ ഓപ്പൺ ആകത്തില്ല. അതേ സ്ഥാനത്ത് ഞാൻ ബൂട്ട് തുറക്കാൻ വേണ്ടി വന്നു. ബൂട്ട് തുറക്കും, കീ ഫോബ് കയ്യിലുള്ളതുകൊണ്ട്. ഇനി കീ ഫോബ് കയ്യിലില്ലായിരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ദൂരെ നിന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇനി ഈ ഹോൾഡ് എന്ന് പറയുന്ന ബട്ടൺ എന്താണെന്നുള്ള ഒന്നുകൂടെ കാണിച്ചാൽ, ഞാൻ ലോക്ക് ചെയ്ത് ഈ വാഹനം ഈ ഹോൾഡ് ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, വാഹനം സ്റ്റാർട്ടായി. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കാം. അതായത് ഓട്ടോമാറ്റിക് വാഹനത്തിന് മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. AC ഓണാക്കി കൂളാക്കി ഇട്ടേക്കും. ഇനി ഞാൻ ഈ വാഹനത്തിലോട്ട് വന്ന് കയറുകയാണ്. ഇപ്പം എനിക്കുള്ളൊരു സംശയം പോലെ നിങ്ങൾക്കും കാണുമായിരിക്കും. ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് താക്കോൽ ഇപ്പം വേറൊരാളുടെ കയ്യിൽ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഈ താക്കോലുമായിട്ട് കുറച്ച് ദൂരം, ഇപ്പം ഈ ക്യാമറ ഇരിക്കുന്ന ദൂരം പോയി വേറൊരാൾ ഈ വാഹനത്തിൽ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ പടച്ചവനെ തുറക്കാൻ പറ്റുന്നില്ല. വാഹനം സ്റ്റാർട്ടാണ്, ബട്ട് ഇറ്റ് ഈസ് ലോക്ക്ഡ്. വാഹനം ലോക്ക്ഡ് ആണ്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആരും ഈ വാഹനത്തിൽ വന്ന് കയറി ഒരു പണിയും നടത്തത്തില്ല. അന്നേരം എന്താണ് ചെയ്യേണ്ടത്? താക്കോല് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, താക്കോലുമായിട്ട് വാഹനത്തിൽ വന്നു, പിന്നെ തുറക്കാൻ പറ്റത്തില്ല, അൺലോക്ക് ചെയ്യണം. ഇനി വാഹനത്തിൽ കയറാം. ഇനി വാഹനത്തിൽ കയറിക്കഴിഞ്ഞ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരെ ബ്രേക്ക് ചവിട്ടി ഡി ഇട്ടു, ഞാൻ ദേ പോവാണ്. ടാറ്റാ. യെസ്, അപ്പോൾ സംഗതി നല്ലൊരു ഫീച്ചറല്ലേ? കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു കാര്യം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ വാഹനത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ടാക്കി AC ഓണാക്കി ഇടാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വെയിലുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടിട്ടതിന് ശേഷം വാഹനം നല്ല പഴുത്തിരിക്കുന്ന സമയത്ത് ഓടിക്കയറുന്നതിന് പകരം സ്റ്റാർട്ട് ചെയ്ത് കൂളാവുന്ന സമയത്ത് വാഹനത്തിനകത്തോട്ട് കയറിയാൽ മതി. നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൺ റൂഫും കാണാൻ സാധിക്കും. സിംഗിൾ പെയിൻ സൺ റൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ആദ്യം തന്നെ ഡോർ പാഡ് തുറക്കുമ്പോൾ തൊട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് റെഡ് ഇൻസേർട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡ് സ്റ്റിച്ചിങ്, ഇതൊരു ലെതർ മെറ്റീരിയലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല കിടുക്കൻ സ്പീക്കേഴ്സും ട്യൂട്ടറും നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നല്ല ജോയ്സ്റ്റിക്ക് പോലത്തെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ലെഫ്റ്റ് നമുക്ക് മാറ്റാൻ വേണ്ടി, മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാം നോർമലാണ്. മിറേഴ്സ്, വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്ക് സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു രസകരമായിട്ടൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വാഹനം ലോക്ക് ചെയ്തു, ഇപ്പം ലോക്ക്ഡ് ആണ്. പക്ഷേ ഇത് വാഹനത്തിനകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്തു. ഇപ്പം ലോക്ക്ഡ് ആണെങ്കിലും ഇത് അൺലോക്ക് ചെയ്യാൻ ഇത് പിടിച്ച് തിരിക്കുന്നതിന് പകരം ഈ ഒരു ഹാൻഡിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ
അൺലോക്ക് ആകുന്നതായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഈ ഒരു ലോക്ക് തപ്പി നടക്കുന്നതിന് പകരം ഇത് നേരെ പിടിച്ച് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവുന്നതായിരിക്കും. നല്ലൊരു ഫീച്ചറാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ ബോട്ടിൽ ഹോൾഡർ, ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് പറയുന്നത്, ഒരു മാക്സിമം 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്നൊരു സ്ഥലവും പിന്നെ ചെറിയ കുറച്ച് പോക്കറ്റ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോറിനകത്തൊക്കെ നമുക്ക് ലൈറ്റ്സ് കാണാൻ സാധിക്കും. അതായത് ആംബിയൻ ലൈറ്റ്, റെഡ് ആംബിയൻ ലൈറ്റ് ഇവിടെയും താഴെയും ഒക്കെ നമുക്ക് ലൈറ്റ്സ് കാണാൻ സാധിക്കും. സെൻട്രൽ കൺസോളിലും ഒക്കെ നമുക്ക് ഇവിടെ താഴെയും നല്ല രീതിക്ക് നമുക്ക് ഇതിനകത്ത് ലൈറ്റ്സ് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഫുള്ള് ആംബിയൻ ലൈറ്റ് വരുന്ന റെഡ് കളറാണ്. നല്ല കിഡു ലൈറ്റാണ്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വാഹനം ഓടിക്കാൻ ഒരു രക്ഷയില്ല. അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വാഹനത്തിനകത്തോട്ട് വരുമ്പോൾ നല്ലൊരു AC വെൻ്റ്. ഈ AC വെൻ്റ് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കണം, ഈ ലൈൻസ് നിങ്ങൾക്ക് കാണാം, 1 2 3. ഈ ലൈൻ കണ്ടിന്യൂ ചെയ്ത് ഇതിലേ വന്നതേ ഇതിലേക്ക് പോരുന്ന പോലെ നമുക്കൊരു ഫീൽ ഇത് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ലൈനിൻ്റെ എണ്ണം കൂടി അങ്ങറ്റം വരെ ഒറ്റ കണക്ഷൻ പോലെ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. AC വെൻ്റ് ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കുക, അതായത് ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനും സാധിക്കും. നല്ലൊരു ഫീച്ചറാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള സ്വിച്ച് കാണാൻ സാധിക്കും. ഡ്രൈവ് മോഡുകൾ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിലത്തെ ക്യാമറ ഓൺ ആക്കണമെന്നുണ്ട്, ഇത് പ്രസ് ചെയ്താൽ മതി. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അത് നല്ല കിടുക്കൻ ഗ്ലോസി ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. മാറ്റാണ് വരുന്നത്. ആ ഒരു കവർ ഇരുന്നുകൊണ്ട് അങ്ങനെ തോന്നിയത്. ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഓട്ടോ ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്. പാർക്ക് മോഡ്, ഹെഡ്ലൈറ്റ് ഓൺ മോഡ്, ഇത് ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് ആക്കിയേച്ചും ഓൺ, ഒന്നുകൂടെ ആക്കിയാൽ ഓഫ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ഓട്ടോ വൈപ്പറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മിസ്റ്റ് ഓഫ്, ഇൻ്റർവെല് ലോ ഹൈ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർവെല്ലിൻ്റെ സ്പീഡ് എത്ര വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. റിയർ വൈപ്പറിൻ്റെ ഓൺ ഓഫ്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന രസകരമായ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതിനൊരു എൻ ലൈൻ്റെ ഒരു എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നല്ല സ്പോട്ടി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സൈഡിലത്തെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ചെറുതല്ല, വലുതാണത്. ഈ വലിപ്പം നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സിന് വരുന്നുണ്ട്. നല്ല രസം ഫീൽ ചെയ്യും ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക്. ഇത്രയും വലിയൊരു പാഡിൽ ഷിഫ്റ്റേഴ്സ് പ്ലസ് ആൻഡ് മൈനസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡ് ഫുള്ള് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. വോളിയം ചേഞ്ച്, നെക്സ്റ്റ് ചാനൽ മോഡ്, വോയിസ് കൺട്രോൾ, കോൾ, പിന്നെ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്ങും നമ്മുടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് കിട്ടുന്നത്. നല്ല കിടിലൻ ഹോണാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും അടിപൊളിയാണെന്ന് തന്നെ ഞാൻ പറയും. ഏതായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഇനി അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ നമുക്ക് ടിൽറ്റും ടെലിസ്കോപ്പിക്കും വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹൈറ്റിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം, പൊക്കാനും താക്കാനും സാധിക്കുന്നുണ്ട്. അതും കിടിലൻ ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്പോട്ടി പെഡൽസ് ആണ് കിട്ടുന്നത്. ഏതായാലും പുത്തൻ വാഹനമായതുകൊണ്ട് ഇതിൻ്റെ കവറൊന്നും അഴിച്ചിട്ടില്ല, ഞാനായിട്ട് തന്നെ ഒന്ന് അഴിച്ചേക്കാം. നല്ല സ്പോട്ടി ടൈപ്പാണ് നമുക്ക് പെഡൽസൊക്കെ വരുന്നത്. ഈ വാഹനം ആകപ്പാടെ ഓടിയിരിക്കുന്ന 370 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ജസ്റ്റ് 370 കിലോമീറ്റർ. കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു, ഒരു രക്ഷയില്ല. അതിൻ്റെ 20 കിലോമീറ്റർ ഓടിച്ച ഞാൻ തന്നെയാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സ്പീഡും റൈറ്റ് സൈഡിൽ നമുക്ക് RPMും കാണാൻ സാധിക്കും. സ്പീഡ് നമുക്കിവിടെ മാനുവലായിട്ടും കാണിക്കുന്നുണ്ട്, അതായത് ഡിജിറ്റലായിട്ടും കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ RPM ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കയറുന്ന കാണാൻ നല്ല രസമാണ്. അതായത് നമ്മളിപ്പോൾ ഒന്ന് RPM വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RPM കയറുന്ന വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്പീഡും കയറുന്ന ഗെയിൻ ചെയ്യുന്ന കാണാൻ സാധിക്കും. നമ്മുടെ ഈ ക്ലസ്റ്റർ മീറ്ററിനകത്ത് വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നുമില്ല. മീറ്റർ കോമ്പസ് കാണാൻ സാധിക്കും, ടയർ പ്രഷർ കാണാൻ സാധിക്കും, പിന്നെ നമ്മുടെ ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു ആവറേജ് 10.9 നമുക്കിവിടെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഇതിങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കിടിലൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. 10.2 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹുണ്ടായുടെ ഇപ്പം ഇറങ്ങുന്ന എല്ലാ മോഡൽസും സെയിം രീതിക്കുള്ള OS ആണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വെന്നുവിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ലാംഗ്വേജ് സെലക്ഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് മലയാളം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. മെനു ഒക്കെ നമുക്ക് മലയാളം ആക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വയർഡാണ്, USB നമുക്കിവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇനി മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ നമുക്ക് ടച്ച് സ്വിച്ചുകളാണ് ഇവിടെ എല്ലാം വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു വോളിയം കൺട്രോൾ നോക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും ഈ ഒരു ബട്ടൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്കിയെല്ലാം ടച്ച് വന്നിട്ടുണ്ട്. റിവേഴ്സ് ഇടുന്ന സമയത്ത്
ക്യാമറ മോഡും കൂടെ നമുക്ക് നോക്കാം. ഒരു ഓക്കെ ഫീൽ ക്യാമറ എന്നേ ഞാൻ പറയത്തുള്ളൂ. അത്ര അടിപൊളിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, എന്നാലും ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. നമുക്കത് ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നമുക്കിപ്പോൾ വേണമെങ്കിൽ നല്ല വൈഡായിട്ട് നമ്മുടെ ഈ താഴത്തെ പോർഷൻ കൃത്യമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ നല്ല വൈഡ് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആംഗിൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിക്ക് വരുമോ എന്നുള്ളത് നമ്മുടെ ഈ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അതൊരു അടിപൊളി പോയിന്റ് തന്നെയാണ്. പിന്നെ തൊട്ട് താഴെ നമുക്ക് AC വെൻറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ AC-യുടെ ഫുൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ഏതായാലും കാണുമ്പോൾ നല്ല കിടുക്കാച്ചയാണ്. ഇതൊക്കെ നല്ല ശരിക്കും ഗ്ലോസി ഫീലാണ് ഇവിടെ ഫുള്ള് നമുക്ക് വരുന്ന. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഈ നോബ്സിലെല്ലാം ഈ ഒരു റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പക്ഷേ ഗ്ലോസി അല്ല, ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു ഗ്ലോസിയുടെ ഫീലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ റെഡ് ഇൻസേർട്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടെമ്പറേച്ചർ എത്ര വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ആകുന്നതായിരിക്കും. അതിനാണ് നമ്മൾ ഓട്ടോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഓഫ് ചെയ്ത് നോർമൽ AC ആക്കി കഴിഞ്ഞാൽ നോർമൽ AC, റിയർ ഡീഫോഗറാണ് വരുന്നത്, ഫ്രണ്ട് ഡീഫോഗറാണ് വരുന്നത്. ഇത് ഏതൊരു പൊസിഷനിൽ എയർ വരണമെന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഔട്ട്സൈഡ് ഇൻസൈഡ് അത് ഓഫ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്യും. ഫുള്ളായിട്ട് ഞാനിപ്പോൾ AC കൺട്രോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു C ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. വയർലെസ് ചാർജിങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ് കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ USB A ടൈപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 180 വാട്ട്സ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 12 വോൾട്ട് നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്പോട്ടി ഗിയർ ലിവർ നോബാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു 7 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പ്ലസ് ആൻഡ് മൈനസ് കൊടുത്തിരിക്കുന്ന സ്പോർട്സ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും, ഒരു വലുതും ഒരു ചെറുതും. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, ഇതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന ഒരു ആംറസ്റ്റ്, അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആംറസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അകത്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൺവൈസർ താത്ത് കഴിഞ്ഞാൽ ഇവിടെ മിറേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഇച്ചിരി മോശമായി പോയെന്ന് വേണമെങ്കിൽ പറയാം. റൂഫ് ഫുള്ള് ബ്ലാക്ക് ആണ്, അതൊരു വലിയ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ സൺറൂഫിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞുതരാം. പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വോയിസ് കൺട്രോൾ ഇതിനകത്തുണ്ട്. ഓപ്പൺ സൺറൂഫ്. സിമ്പിൾ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വോയിസ് കമാൻഡ് നമുക്കിതിനകത്തുണ്ട്. ഓരോന്നൊക്കെ കണ്ട് നോക്കിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും. ഇനി ഒന്നുകൂടെ നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് സൺറൂഫ്. അടഞ്ഞു. അപ്പം ഞാൻ സാധാരണ എല്ലാത്തിലും പറയുന്നല്ലോ ഒന്നുകൂടെ പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ ഇത് ക്ലോസ് ചെയ്തോണം, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തു. ഏതായാലും ഇനി സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം കൂടെ നമ്മളിവിടെ ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഞാനിപ്പോൾ ഈ വാഹനം ക്ലോസ് ചെയ്തു, ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോക്ക് ചെയ്തു. സൺറൂഫ് അടയോന്നറിയാൻ വേണ്ടിയിട്ടാണ്, അത് അടഞ്ഞിട്ടില്ല. അപ്പം ഈ വാഹനം നിങ്ങൾ മനസ്സിലാക്കുക, വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും സൺറൂഫ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. മഴ പെയ്ത് വാഹനത്തിനകത്തോട്ട് വെള്ളം ഇറങ്ങോ കാര്യങ്ങളോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഓർക്കുക. ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം, എങ്ങനെയുണ്ട് അവിടുത്തെ ഫീലൊന്നും കൂടെ ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി പാസഞ്ചർ സൈഡിലൊന്ന് ഇരിക്കാം. ഏതായാലും ഈ സീറ്റ് ഞാനായിട്ട് അഡ്ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ മുട്ടി, അതായത് ഗ്ലോ ബോക്സ് തുറന്നപ്പോൾ മുട്ടി. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ചുകൂടെ എനിക്ക് നോർമലായിട്ട് ഇടാൻ പറ്റുന്ന രീതിക്ക്, എന്നാലും കാല് ചെറിയ രീതിക്കൊന്ന് തട്ടും, അല്ലെങ്കിൽ ഒരു അല്പം കൂടെ ഒന്ന് ബാക്കിൽ ഇറക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ. എന്നാലും സ്ഥിരം ഞാൻ പറയുന്ന ആ ഒരു ഓക്കെ ഫീൽ എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കൂൾഡ് ടൈപ്പ് ഗ്ലോ ബോക്സ് ആണ്. അത് ഓഫ് ഓണും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഗ്ലോ ബോക്സിനകത്ത്. അതും ഒരു കിടു ഫീച്ചറാണ്. എനിക്ക് ആംറസ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സൈഡിലും ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെ റെഡ് ഇൻസേർട്സ്, റെഡ് സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ നല്ല ലെതർ ഫിനിഷ് ഉള്ളതുകൊണ്ട് കൈ വയ്ക്കുമ്പോൾ ഒരു ഗുമ്മ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ ജസ്റ്റ് വേക്കൻ്റ് ആണ്. ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് അല്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് വേക്കൻ്റ് ആയി പോയൊരു സ്പേസ് പോലെ തോന്നുന്നു. റിയർ വ്യൂ മിറർ വരുന്ന ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന മിററാണ് വരുന്നത്. അതുപോലെ തന്നെ SOS വരുന്നുണ്ട്, ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉണ്ട്, ബ്രേക്ക് ഡൗൺ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. ഏതായാലും ഓട്ടോ ഡിമ്മിങ് വന്നത് തന്നെ നല്ലൊരു കാര്യമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല കിടുക്കൻ മിററുണ്ട്, ഇടയ്ക്ക് മുഖമൊക്കെ നോക്കി ഒന്ന് ചിരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പം അതും കിടു. ബാക്കിലത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആയതുകൊണ്ട് റൂഫും അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാൻ സാധിക്കും. 2 ലൈറ്റ്സ് വരുന്നുണ്ട്, മാപ്പ് ലൈറ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്കത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ ഇടുന്ന രീതിക്ക് ഇവിടെ നമുക്കൊരു സൺറൂഫിൻ്റെ സ്വിച്ചും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ 2 സൈഡിലും മൈക്കിൻ്റെ ഹോൾസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം.
ഓക്കെ, അങ്ങനെ നമുക്ക് ബാക്കിലത്തെ സീറ്റിലോട്ട് വന്നിരിക്കുക. ഏതായാലും ഡ്രൈവർ സീറ്റ് ഞാൻ ഡ്രൈവ് ചെയ്തതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്കിലോട്ട് ഇറക്കിയിട്ടാണ് ഞാൻ സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നത്. അതെൻ്റെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റാണ് കേട്ടോ. അപ്പം ഇവിടെ ബാക്കിലിരിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കംഫോർട്ട്, അതുപോലെ തന്നെ സ്കൂപ്ഡ് ഡിസൈൻ ഏറെക്കുറെ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഒരു ബാക്ക് പോക്കറ്റ് ഒന്നുമില്ല, ഈ ഒരു സൈഡിൽ മാത്രം ഒരു ബാക്ക് പോക്കറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ സൈഡിലൊക്കെ ലെതർ ഫിനിഷ് ഇല്ല, ജസ്റ്റ് ഹാർഡ് പ്ലാസ്റ്റിക് ആയിപ്പോയി, റെഡ് ഇൻസേർട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല കംഫോർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിൽ അത്രയും കംഫോർട്ടില്ല, ഇരിക്കാനൊക്കെ കംഫോർട്ടാണ്. തൈ സപ്പോർട്ട് ഓക്കെ, വലിയ കുമ്മ ഞാൻ പറയത്തില്ല, പോരാ. എനിക്ക് ബാക്കിലത്തെ തൈ സപ്പോർട്ട് മോശമായിട്ട് തോന്നി, പക്ഷേ ലെഗ് റൂം കുഴപ്പമില്ല, അടിപൊളിയാണ്. ഒരു ഫോണോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു A ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ C ആക്കായിരുന്നു, കാരണം ഇന്നത്തെ കാലത്ത് C ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. 2 AC വെൻ്റ് ഉണ്ട്, നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും, നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സെൻറ്റർ ഹെഡ്റസ്റ്റ് നമുക്ക് വരുന്നില്ല, രണ്ടുപേരെ മാത്രമേ ഇവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതായത് പുറയിലുള്ളവന് ഇരിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു ചെക്ക് റെഡ് പോലത്തെ ഫ്ലാഗ് ഡിസൈൻ വരുന്നത്. ഇത് ഫ്രണ്ടിലും ഉണ്ട്, ഫ്രണ്ടിൽ പക്ഷേ N സീരീസും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, N-ലൈൻ്റെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കിടന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് നമുക്കത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനും സാധിക്കും. അതിനാണ് ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്. പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്? അത് സീറ്റ് ബെൽറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ലൈറ്റ് മടുപ്പായിപ്പോയി, കാരണം LED ആക്കാറുണ്ടെങ്കിൽ ഒരു ഗും തോന്നിയാനെ. ബാക്കിയുള്ളതൊക്കെ ആസിറ്റീസ് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 6 എയർ ബാഗ് വരുന്ന വാഹനമാണിത്. അതായത് ഫ്രണ്ട് 2 സൈഡ് ഡ്രൈവ് 2 സീറ്റയിലും വരുന്നുണ്ട്, 2 പില്ലേഴ്സിനും വരുന്നുണ്ട്. അതായത് കട്ടൺ എയർ ബാഗ്സും വരുന്നുണ്ട്. അങ്ങനെ 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. ഇതിൽ നമ്മൾ പറയാൻ വിട്ടു ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന് സബൂഫർ വരുന്നുണ്ട്. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ഇതിന് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ബോസിൻ്റെ തന്നെ ഒരു സബ് ഊഫർ നമുക്കത് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കും. ഒരു വലിയ സബ് ഊഫറാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, അതും ബോസിൻ്റെ തന്നെയാണ്. അങ്ങനെ മൊത്തം ഒരു 7 സ്പീക്കർ സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് ഇതിൻ്റെ മെയിൻ കാര്യമായിട്ടുള്ള എഞ്ചിനും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം, അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫുഡൊന്ന് ഓപ്പൺ ചെയ്യാം. യെസ്, അങ്ങനെ നമ്മൾ കാണുന്ന നമ്മുടെ 3 സിലിണ്ടർ 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്. അതായത് ഒരു പെട്രോൾ എഞ്ചിനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ഈ ഒരു എഞ്ചിൻ നമുക്ക് ഫെമിലിയറാണ്. ഇതൊരു പുതിയ എഞ്ചിനാണെന്നൊന്നും നമ്മൾ പറയത്തില്ല. പക്ഷേ സംഗതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് പറയാം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഈ എഞ്ചിൻ്റെ ഗുണമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ട്രാൻസ്മിഷൻ്റെ ഗുണമാണ്, ഗിയർ ബോക്സിൻ്റെ ഗുണമാണ്, അത് ഞാൻ പറയും. കാരണം DCT ആണ് വരുന്നത്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ട്രാൻസ്മിഷൻ ലാഗ് എന്ന് പറയുന്നൊരു സാധനം നമുക്കിവിടെ ഫീൽ ചെയ്യത്തില്ല. ഭയങ്കര ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വെഹിക്കിൾ തന്നെയാണിത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് ആക്സിലറേറ്ററിൽ നിന്ന് ഒന്ന് കാലെടുക്കാൻ, അതായത് ഒന്ന് പവർ കുറയ്ക്കാൻ തോന്നിയിട്ടില്ല. ഈ ഫ്രാങ്കായിട്ട് പറയാം. കാരണം ഈ ഒരു വാഹനം എടുക്കുന്ന ഒരു വ്യക്തിയും മൈലേജ് നോക്കി എടുക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൈലേജ് നോക്കി ഓടിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് കാറ്റഗറിയിലുള്ള ആൾ എടുക്കണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നന്നായിട്ട് വാഹനത്തിനെ സ്നേഹിക്കുന്ന, വാഹനം അടിപൊളി പെർഫോമൻസ് ആയിട്ട് ഓടിക്കണം, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് രീതിയിൽ തന്നെ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എടുക്കുക. മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാം. 14, 16 മാക്സിമം 7 സ്പീഡാണ് വരുന്നത്. അതുപോലെ ഓടിക്കാൻ കിട്ടുന്നൊരു വഴി ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം. ഞാൻ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന രീതിക്ക് ഒന്ന് ഓടിച്ച് നോക്കി. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം അങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു 12 പോയിൻറ്റ് സംതിങ് കിട്ടി. പക്ഷേ സിറ്റി ഡ്രൈവ് ആയിരുന്നു കൂടുതൽ. 7 സ്പീഡ് എനിക്ക് ഏകദേശം ഒരു തവണ മാത്രം ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് 6-ലായിരുന്നു പൊക്കോണ്ടിരുന്നത്, 6th ഗിയറിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഏതായാലും സംഗതി കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ കാണുന്ന എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ ഓട്ടോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. പിന്നെ ടെർബോ ആണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഈ വാഹനത്തിൻ്റെ എഞ്ചിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കും. ഇതിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടൈപ്പാണ് വരുന്നത്. അതായത് നമ്മുടെ ഡീസൽ വാഹനത്തിൽ ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ പെട്രോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്താണ് ഈ ഒരു പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഏതായാലും LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഏതായാലും നമുക്കൊരു ഡ്രൈവ് നടത്താം. തന്നെ നമുക്കിവിടെ ഒരു അഡീഷണൽ ഹോൺ കാണാൻ സാധിക്കും. മിക്ക ഹുണ്ടായി വാഹനത്തിലും അതങ്ങനെ വരുന്നതാണ്, വേറൊന്നുമല്ല നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ സൗണ്ട് വരുന്ന ആ ഹോണിലോട്ടാണ്. ഈ വാഹനത്തിൻ്റെ ഹോൺ കിടുവാകട്ടെ, എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹോണിൻ്റെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അതും കിടുവാകട്ടോ, എനിക്ക് ആ സൗണ്ട് ഭയങ്കര കാച്ചിയായിട്ട് തോന്നുന്നുണ്ട്. ആ കൊടുക്കുന്ന പൈസക്കുള്ളൊരു മുതൽ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഹോണിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന്. അപ്പം നമുക്കൊരു ഡ്രൈവ് തുടങ്ങിയാലോ. ഏതായാലും ഞാൻ D മോഡിലോട്ട് മാറ്റുന്നു. ഒന്ന് സഡനായിട്ടൊന്ന് കാല് കൊടുത്ത് നോക്കിയാലോ. ബാ,
ട്രാക്ഷൻ കൺട്രോൾ ഞാനൊന്ന് ജസ്റ്റ് ഓഫ് ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ട്രാക്ഷൻ ഓൺ ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഈ വാഹനത്തിൻ്റെ സ്പീഡും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയറ്റത്തിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റാണ് ഞാൻ കണ്ടത്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ല അസിസ്റ്റ് മാത്രമാണ്, ഹിൽ ഹോൾഡ് കൺട്രോൾ ആണോ എന്നും കൂടി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു നല്ല കുത്തനെയുള്ളൊരു കയറ്റത്തൊന്ന് കയറാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു കയറ്റം കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ യെസ്, അപ്പം ഇവിടെ കയറി ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ബ്രേക്ക് ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3 പോയി. അപ്പം അസിസ്റ്റ് തന്നെയാണ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം റോഡ് തന്നെ നമ്മളേതായാലും പോവുക. സംഗതി എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് തന്നെയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു വെന്യൂവിൻ്റെ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, DCT ഗിയർ ബോക്സ്. അത് വെറും 1 ലിറ്റർ എഞ്ചിനിൽ നിന്നാണ് ഈ ഒരു പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടോർക്കും. അത് ശരിക്കും നമുക്ക് ഒരു ഗിയർ ലാഗ് അതെനിക്ക് ഭയങ്കര അങ്ങ് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അമ്മാതിരി അടിപൊളി തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കീടു ഫീച്ചർ തന്നെ. പിന്നെ ഇതിൻ്റെ ഹോണ് ഓക്കെയാണ്, അടിപൊളി. ഏതായാലും നമുക്ക് കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്യാം. പിന്നെ ഡ്രൈവിൻ്റെ സമയത്ത് തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് D മോഡിൽ തന്നെ നമുക്ക് ഗിയേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു മോശപ്പെട്ട വഴി ഒന്ന് കയറി നോക്കാം. നമ്മുടെ സ്ഥിരം റോഡ് തന്നെയാണ്. അത് അത്യാവശ്യം നമുക്ക് പല വാഹനങ്ങൾ ഇതിലേ തന്നെ ഓടിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും എങ്ങനെയുണ്ട് അതിൻ്റെ സസ്പെൻഷൻ സൈഡ് എന്നുള്ളത്. ഏതായാലും ഇത് അധികം ഡ്രൈവ് ചെയ്യാത്തൊരു വാഹനമായതുകൊണ്ട് കുറച്ചൊരു സ്റ്റിഫർ സൈഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റിഫർ സൈഡ് തന്നെയാണ്. പിന്നെ പൊതുവേ i20 അത്രയ്ക്ക് അങ്ങോട്ടൊരു സ്മൂത്ത് സസ്പെൻഷൻ പറയാനില്ല. കുറച്ച് സ്റ്റിഫറാണ് അതിൻ്റെ സസ്പെൻഷൻ സൈഡ് എപ്പോഴും. കാരണം ഈ ഒരു വേരിയൻറ്റ്, ഈ ഒരു ഹാച്ച് ബാക്ക് മോഡലിൻ്റെ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഇതിലും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ എപ്പോഴും എല്ലാ വാഹനത്തിൻ്റെയും കാര്യം പറയുന്ന പോലെ, നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഓടിച്ചു നോക്കി നിങ്ങൾക്കത് കംഫോർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അല്ലാതെ ഞാനോ വേറെ ആരെങ്കിലോ നല്ല വാഹനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഓടിപ്പോയൊരു വാഹനം എടുക്കരുത്. നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു വാഹനമാണ്, നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളൊരു വാഹനം എടുക്കാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും. ഞാൻ ഓടിച്ചു നോക്കി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. അത് വെച്ച് കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് നിങ്ങളും കൂടെ ഓടിച്ചു നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് മറക്കരുത്. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസിൻ്റെ ഒരു കാലപ്പഴക്കം കൂടെ നോക്കിക്കോണം. ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി ഇത് പെട്ടെന്ന് ഇഷ്ടപ്പെടും, കാരണം ഇത് അധികം കിലോമീറ്റർ ഓടിയൊരു വാഹനമല്ല. എന്നാൽ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ഓടിക്കുന്ന വാഹനം ചിലപ്പോൾ ഒത്തിരി കിലോമീറ്റർ ഓടിയൊരു വാഹനമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ആ വാഹനത്തിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല. പലരും ഡ്രൈവ് ചെയ്ത് അത് കുളമാക്കി വെച്ചിരിക്കുന്നതും ആകാം കേട്ടോ. അതും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു പ്രോബ്ലമാണ്. അത് ശരിക്കും ഷോറൂമിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയി വാഹനം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ആൾക്കാർക്ക് ഓടിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതി ആയിരിക്കും. അപ്പം നമുക്ക് ഒരു ഓട്ടോമാറ്റിക് തന്നെ 0 to 100 ഒന്ന് നോക്കാം. ഇപ്പോൾ 0 ആണ്. ഓക്കെ, അപ്പം ഫുൾ ആക്സലറേഷൻ. യെസ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 80, 90, 100. യെസ്. അപ്പം എത്ര സെക്കൻഡ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് പോയിട്ട് പോലും മിണ്ടിപ്പോരുത്. അതുപോലത്തെ അവസ്ഥയാണ്. അത് ഓർത്തോണം. മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഓടിക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു RPM ഒരു 2000 റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല കിടിലൻ മൈലേജ് കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു 16 വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഓടിച്ച പോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 6-7 ആ റേഞ്ച് പ്രതീക്ഷിക്കാവുള്ളൂ. അത്രേ കിട്ടൂ. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു വാഹനം ഏത് പർപ്പസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പർപ്പസിനും എടുക്കാൻ പറ്റും. മര്യാദയ്ക്ക് ഓടിക്കാൻ എടുക്കാം. ഇനി അതല്ലാതെ നല്ല പൊളിച്ച് ഓടിക്കാൻ എടുക്കാം. ഇനി അതല്ലാതെ കുറച്ചൊരു ആവറേജ് ഡ്രൈവിംഗ് ആയിട്ടുള്ള രീതിക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഞാൻ ഓരോ മോഡൊന്ന് പ്രസ് ചെയ്യും. ഇപ്പോൾ സ്പോർട്സ് മോഡാണ്, ഈക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്.
അപ്പോൾ ഞാൻ അതിനകത്തൊരു നോർമൽ മോഡ് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതാകുമ്പോഴത്തേക്കും വലിയ ശല്യമില്ല, അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ആ രീതിക്ക് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ വില വിവരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഹുണ്ടായുടെ തന്നെ വേറെ ഏതെങ്കിലും വാഹനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും.